അനുവിന്റെ വായിലേക്ക് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ലാലേട്ടൻ അങ്ങ് പോയി. ഇപ്പൊ എന്തായി? ബിഗ് ബോസ് വീട്ടില് കണ്ടന്റിന്റെ ക്ഷാമം. കണ്ടന്റ് ഇല്ലാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് വീട്. ഇതാണ് ഇപ്പൊ നിലവിലെ ബിഗ് ബോസ് വീടിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇതുവരെ കാണാത്ത ബിന്നിയാണ് നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ ഗെയിം അറിഞ്ഞു കളിക്കാൻ തുടങ്ങിയോ ബിന്നി? കുറച്ച് വൈകിപ്പോയോ എന്നൊരു സംശയമില്ലാതില്ല, എന്നാലും പറയാം. പിന്നെ നമ്മുടെ ആര്യനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് അനീഷ്. പൊളിച്ചടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു കയറി അങ്ങ് ഒട്ടിച്ചു കളഞ്ഞു അനീഷ്. അതെന്താണ് സംഭവം എന്നല്ലേ അതുകൊണ്ട് പറയാനായിട്ട്. അപ്പോൾ പിന്നെ നൂറയുടെ ഗെയിം എങ്ങനെയുണ്ടായിരുന്നു? നൂറയുടെ ഗെയിം എനിക്ക് തോന്നി നൂറയ്ക്ക് ഗെയിം കളിക്കാനായിട്ട് അറിയില്ല, അല്ലെങ്കിൽ ടാസ്ക് മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നിയ കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അനുമോളുടെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് ബിഗ് ബോസ് വീട് ഉറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ചിലരൊന്നും ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല, കുറച്ചു പേരെങ്കിലും സമ്മതിക്കുന്നുണ്ടായിരിക്കും. സംഭവം സത്യമാണ്. ബിഗ് ബോസിലെ ലൈവ് കാണുന്ന സമയത്തേ അപ്പുറം ഇപ്പുറം ഒക്കെ കിടന്നിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങാണ്. പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഇല്ല. അപ്പൊ അനുമോൾ ഉള്ളത് കൊണ്ട് അവിടെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായിരുന്നു. അനുമോൾ ഓരോരുത്തരെ ചൊറിഞ്ഞിട്ടാണെങ്കിലും അങ്ങോട്ട് കയറി മാന്തിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് ചൊറിയാനുള്ള അവസരം കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അനുമോള് നന്നായിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് ബിഗ് ബോസിനെ പ്രൊമോ കാണിക്കാനാണെന്നുണ്ടെങ്കിലും അനുമോളെ വെച്ചുകൊണ്ട് അവർക്ക് ഷോ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റേറ്റിംഗും കിട്ടിയിരുന്നു. ഇപ്പൊ നിലവിലെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് ആരെന്ത് പറഞ്ഞാലും അനുമോള് നിവിന് എന്തൊക്കെ പറഞ്ഞു ചൊറിഞ്ഞു. ഒന്നോ രണ്ടോ വാക്ക് അങ്ങോട്ട് പറഞ്ഞാലായി അനുമോള്, അല്ലാതെ ഒന്നും മിണ്ടുന്നില്ല അനു അവിടെ മിണ്ടാതെ ഇരിപ്പാണ്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? കണ്ടന്റും ഇല്ല, റേറ്റിംഗും ഇല്ല. ഇനിയെങ്കിലും ലാലേട്ടൻ വന്നിട്ട് തീരുമാനിക്കട്ടെ അനു സംസാരിക്കണം വേണ്ടിയെന്ന്. ഇനിയിപ്പോ അനു സംസാരിക്കണ്ട, ഇതുപോലെ തന്നെ മതി എന്നാണ് തീരുമാനമെങ്കിൽ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അനുവിന് ഉണ്ടായിട്ടുള്ള ഫാൻസ് ഉണ്ടല്ലോ, അവരാരും ഇനി അനുവിന് അങ്ങ് വിട്ടുപോകാനുള്ള ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. അനു കണ്ടന്റ് തരുന്നില്ല, അനു മിണ്ടുന്നില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും അനുവിനെ വിട്ടുപോകാനുള്ള ചാൻസ് ഒന്നുമില്ല. അത്യാവശ്യം അവിടെ സംസാരിക്കുന്നുണ്ട്, അത്യാവശ്യം ഇതുണ്ട്. പിന്നെ ഉണ്ടാക്കിയിരുന്ന ആ കണ്ടന്റ് അല്ലെങ്കിൽ ആ റേറ്റിംഗ് അതും അനുവിന്റെ അടുത്ത് വേണ്ടാന്ന് അവർ പറഞ്ഞതുകൊണ്ട് അനു അതൊന്ന് ഒതുങ്ങിപ്പോയി. അനു ഒതുങ്ങിയപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കിടന്നുറങ്ങുന്നു. ബിഗ് ബോസിനെ അവിടെ അല്ല പട്ടി കുറയ്ക്കുന്നത് ആ പരിപാടി ചെയ്യാൻ പോലും ബിഗ് ബോസിന് താല്പര്യം. കാരണം നോക്കുന്ന സമയത്ത് അവിടെ ഒരു കണ്ടന്റ് ഇല്ല, ഉറങ്ങിയെങ്കിലും ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ബിഗ് ബോസ് അവരെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ എല്ലാവരും ഓരോ മുക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ലൈവ് കണ്ട സമയത്ത് ഉള്ള കാര്യമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ഇനി കണ്ടില്ല എന്ന് അങ്ങനെയൊന്നും കണ്ടില്ല എന്ന് പറയണ്ട, ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ബിന്നി, എന്റെ മുന്നോ അത് എന്ത് വയറായിരുന്നു. നിങ്ങൾക്കറിയാം ജിസേലിന്റെ വിഷയത്തില് ബിന്നി അവരുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. ജിസേലിന്റെ അടിമകളായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ബിന്നിയും റെനയും എല്ലാവരും, അല്ലെങ്കിൽ അക്ബറിന്റെ അടിമകൾ. അങ്ങനെയുള്ള ജിസേലിന്റെ അടുത്ത് ഇന്ന് അവിടെ ഫയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒടുക്കത്തെ ഫയറിംഗ് ആണ് അവിടെ ബിന്നി നടത്തിയത്. ജിസേലിന്റെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഫയർ ചെയ്യുന്ന ബിന്നിയെ കാണാനായിട്ട് സാധിച്ചു. റെനയും ഒപ്പത്തിനൊപ്പം പിടിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ റെനയ്ക്ക് അങ്ങ് അത് മുഴുവനാക്കാൻ പറ്റിയില്ല. കാരണം ഈ കള്ളത്തരങ്ങൾക്ക് മുഴുവൻ മുമ്പ് കൂട്ടുനിന്നിരുന്ന ആളാണ് റെന. അതിന്റെ ഒക്കെ പങ്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ആര്യനും ജിസേലും വന്നിട്ട് അങ്ങ് പൊതിഞ്ഞു റെനേനെ. അപ്പുറം ഇരുന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ റെനയ്ക്ക് അവിടെ ഉത്തരം മുട്ടി. റെന പെട്ടുപോയി സത്യം പറഞ്ഞു. പക്ഷെ ബിന്നിക്ക് എന്തോ അതിനെ ഫയർ ചെയ്യാനായിട്ട് പറ്റി. നല്ല ഫയറിങ് ബിന്നി അവിടെ നടത്തുന്നുണ്ടായിരുന്നു. കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ജിസേലിന്റെ അധികാരം. ആര് കിച്ചൺ ടീമിലുണ്ടെങ്കിലും ശരി, വേറെ ഒരിക്കലും ജിസേലിനെ പണിയെടുക്കണ്ട, കിച്ചണിൽ മാത്രമേ പണിയെടുക്കേണ്ട ആവശ്യകതയുള്ളൂ. ജിസേൽ അങ്ങ് കയറി കിച്ചണിൽ അങ്ങ് മേയും. അവിടെ അധികാരം അല്ല, ജിസേല് തമ്പുരാട്ടി. ആ ജിസേല് തമ്പുരാട്ടിയുടെ അധികാരങ്ങൾ കണ്ട് എന്താണെന്ന് തോന്നുന്നു നമ്മുടെ മടുത്ത് ബിന്നിക്ക്. അതുകൊണ്ട് ബിന്നി അത് എടുത്ത് ചോദിച്ചു. അവിടെ ആലു പൊറോട്ട ഉണ്ടാക്കാണ്, അവിടെ പറച്ചില് ഉണ്ടാക്കുന്നത് ജിഷിനെന്ന്, പക്ഷെ കഴിക്കുന്നത് ആര്യനും ജിസേലും കൂടി. അപ്പൊ അതങ്ങ് സഹിക്കാനായിട്ട് പറ്റിയില്ല ബിന്നിക്ക്. ബിന്നി അത് ചോദ്യം ചെയ്തു, അവിടെ വഴക്കായി. അത് മാത്രമല്ല, ഇവർക്ക് ഇഷ്ടമുള്ളോണം അളവില് കറികളോ ആണെങ്കിലും ചോറാണെങ്കിലും എന്താണെങ്കിലും എടുത്തുകൊണ്ട് പോക്കും. അവരിഷ്ടത്തിന് അവരെ പറയും. വയറ് നിറയുന്നവരെ മറ്റുള്ളവർക്ക് ഉണ്ടോ ഇല്ലേ എന്നൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അല്ല, ഇനി അവർക്ക് ചോറ് വേണ്ട എന്നാണെങ്കിൽ ബാക്കി എല്ലാവരും കഴിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന പരിപാടി, സ്പെഷ്യൽ ഫുഡ് ഡേ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, ലൈവ് കാണുന്നവർക്കറിയാം. അവരവിടെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ഇപ്പോഴാണ് ബിന്നിക്ക് ഇങ്ങനെ കണ്ണു തുറന്ന് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ 10-28 ദിവസമൊക്കെയല്ലേ ആയിട്ടുള്ളൂ, ഇനി സമയമുണ്ട് മുന്നില്. പക്ഷേ പ്രേക്ഷകർ ഒരുപാട് പേര് ബിന്നിയെ വെറുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഗെയിം ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ചാൻസ് ബിന്നിക്ക് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിൽ പിടിച്ചു കയറിയാൽ ബിന്നിയുടെ കാര്യം നന്നായി മുന്നോട്ട് പോകും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. പിന്നെ നമ്മുടെ ആര്യനെ അങ്ങ്
പൊളിച്ചടിക്ക് വലിച്ചു കയറി അങ്ങ് ഒട്ടിക്കുന്നുണ്ടായിരുന്നു അനീഷ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് കഴുകാതെ ആ വാഷ് ബേസിലിട്ടിട്ട് ഒരു ഒറ്റ പോക്കണ് അനീഷ് വിളിച്ചു വരുത്തി, നീ തന്നെയാണ് കഴുകാത്തത്, കഴുകട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കഴിയിപ്പിക്കുന്നുണ്ടായിരുന്നു അനീഷ്. പക്ഷെ ആര്യനോട് എൻ്റെ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗൊക്കെ അവിടെ ഇട്ട് അലക്കി. പക്ഷെ അനീഷ് വിട്ടുകൊടുത്തില്ല. കഴുകിയിട്ട് നീ പോയാൽ മതി, നീ തന്നെയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ അവസാനം അവിടെ ആ പ്ലേറ്റ് എടുത്ത് ആര്യനെ കഴുകി വെക്കേണ്ട ഒരു ഗതികേട് വന്നു. അവിടെ ഈ ആര്യനെ ആണെങ്കിലും ജിസേലിനെ ആണെങ്കിലും ആ വീട്ടിലെ തമ്പുരാനും തമ്പുരാട്ടി ഇവർ രണ്ടുപേരാണെന്നുള്ള ഒരു ഭാവമാണ് അവർക്ക്. അവരെന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനില്ല. അവരാണ് ബാക്കിയുള്ളവരെ മുഴുവൻ ഭരിക്കുന്നത്, അവരുടെ ഭരണത്തിലാണ് അവിടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു ഭാവമാണ് രണ്ടെണ്ണത്തിനും. പ്രത്യേകിച്ച് മോഹൻലാൽ വന്ന എപ്പിസോഡിൽ ഇപ്പൊ ജിസേലിനെയും ആര്യനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ലാലേട്ടന്റെ മുഴുവൻ സംസാരങ്ങളും. ആ ജിസേലിനെ കുറ്റം പറയാനായിട്ട് വയ്യ. ജിസേൽ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു അവിടെ. ജിസേലിന്റെ മേക്കപ്പിന്റെ കാര്യങ്ങളും മറ്റു വിഷയങ്ങളും നിയമങ്ങൾ കാര്യങ്ങളും ഒക്കെ തെറ്റിച്ചിട്ടും അവിടെ ജിസേലിന് ഒരു ശിക്ഷയും ഉണ്ടായിരുന്നില്ല, ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്തോ ജിസേൽ അവരുടെ പ്രത്യേക ഒരാളാണെന്ന് തോന്നുന്ന തരത്തിലാണ് അവിടെ ബിഗ് ബോസ് പോലും ജിസേലിന്റെ അടുത്ത് പെരുമാറുന്നത്. ലാലേട്ടനും അങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അവിടെ ലാലേട്ടൻ വഴക്ക് പറയുന്നില്ല. ആര്യനെ മാത്രമാണ് ലാലേട്ടൻ ഒന്ന് ചീത്ത പറഞ്ഞ ഒരു വിഷയം ഉണ്ടായത്. പക്ഷെ കഴിഞ്ഞ ആഴ്ച വന്ന സമയത്ത് ആര്യനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് ആര്യൻ അനുവിന്റെ അമ്മേനെ വിളിച്ച് തെറിക്ക് പോലും അവിടെ ആര്യനെ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ആര്യനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അവർക്കങ്ങ് പൊങ്ങി. ഇപ്പൊ പൊങ്ങിയിട്ട് ആകാശമുട്ടിയിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു ആര്യനും ജിസേലും. അപ്പൊ രണ്ടുപേരിലും അങ്ങ് പൊങ്ങി ഭരണത്തിൽ അങ്ങോട്ട് ഇരിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളവരെ മുഴുവൻ ഭരിക്കാൻ നോക്കിയതാണ്. എന്തായാലും അനുമോളിലെടുത്ത് ആ പരിപ്പ് വേവില്ല എന്ന് അനുമോള് മുന്നേ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനുമോളിലെടുത്ത് ആ പരിപ്പ് വേവില്ല. ഇപ്പതേ കൂട്ടത്തിലുണ്ടായിരുന്നവര് ബിന്നിയും രനയും ഒക്കെ കൂട്ടത്തിലുണ്ടായിരുന്നവർ തന്നെ ഇപ്പൊ തള്ളി പറഞ്ഞിരിക്കുകയാണ്. അവര് തന്നെ എതിർത്ത് പറഞ്ഞു. ഇപ്പൊ ആരും കുറെ ഡയലോഗ് ഒക്കെ ഇടാൻ നോക്കി. അവിടെ കഴിക്കാനായിട്ട് കൊണ്ടുവച്ച ആ കറി ഉണ്ടല്ലോ, ആ കറീനടക്കം അവിടെ വന്ന് ബിന്നി സംസാരിക്കുന്നുണ്ടായിരുന്നു. എടുത്തുകൊണ്ട് പോയി എന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. അപ്പൊ അവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ എന്ന് ബിന്നിയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ബിന്നി പറയുന്നുണ്ട്, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയാറില്ല, ഭക്ഷണമല്ല അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ഭക്ഷണം കൂടി എടുത്ത് കഴിച്ച് എല്ലിൻ്റെ ഇടയിൽ കുത്താന്ന് പറയില്ലേ, ആ കുത്തലിപ്പ് ആരംഭിച്ചിട്ടാണ് ഇപ്പൊ ഇത് തുടങ്ങിയിട്ടുള്ളത്. ഇനി എനിക്ക് വിട്ടുകൊടുക്കാനായിട്ട് താല്പര്യമില്ല എന്നൊരു കാര്യം അവിടെ ബിന്നി പറയുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയാൽ ബിന്നി മോളെ നിനക്ക് കൊള്ളാന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നൂറയുടെ ഗെയിം ബോറായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. നൂറയ്ക്ക് എന്താണ് ഗെയിം അല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടായത്, ആ ഗെയിമിൽ എങ്ങനെ കളിക്കണം അല്ലെങ്കിൽ ആ ടാസ്ക് എന്താണെന്ന് ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ നൂറയെ സംബന്ധിച്ചിടത്തോളം നൂറയ്ക്ക് ഒരു പ്രത്യേക ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. ഇവർ ഈ ചെരുപ്പ് ഉണ്ടാക്കുന്നതിന് കൃത്യമെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ നൂറ വിജയിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നൂറയ്ക്ക് കിട്ടിയ ആ ഒരു പവർ നഷ്ടപ്പെടുമെന്ന് ബിഗ് ബോസ് അവിടെ നൂറയുടെ അടുത്ത് സ്പെഷ്യലായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ യൂണിയൻ നേതാവാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും അവരെ ഏത് വിധേനയും കൂടെ നിർത്തേണ്ടത് നൂറയുടെ ഗെയിമായിരുന്നു. പക്ഷെ നൂറ അക്കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ അക്ബറിനെ അവിടെ ഒരു ഗോൾഡ് കോയിനല്ലേ പൊക്കോട്ടെ എന്ന് വിചാരിക്കണം, അവിടെ കൊടുത്തിട്ട് അവനാ ഗെയിം ജയിക്കേണ്ട ഒരു തന്ത്രമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ബാക്കിയുള്ള പണിക്കാരെ അവിടെ കൂടെ നിർത്തുന്നതിന് ഉപരിയായിട്ട് അവിടെ ആ യൂണിയൻ നേതാവിനെ കൂടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ പണിയിപ്പിച്ച് കൂടെ നിർത്താൻ, പ്രത്യേകിച്ച് ജിഷിനെയും അക്ബറിനെയും കൂടെ നിർത്താനായിട്ട് അസിസ്റ്റന്റും യൂണിയൻ നേതാവും ഇവർ കൂടെ നിന്ന് കഴിഞ്ഞാൽ തൊഴിലാളികൾ പണിയും. അപ്പൊ അതിനുള്ളൊരു ശ്രമമാണ് നടത്തേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ യൂണിയൻ നേതാവിനെ തന്നെ പിണക്കിക്കൊണ്ട് നൂറ ഗെയിം മൊത്തം കൊളാക്കി. നൂറയുടെ ഈഗോ കാരണം. അല്ല, അക്ബറിന് ഈഗോ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അക്ബർ അവിടെ ഈഗോ വെച്ച് കളിച്ചു. അത് അക്ബറിന്റെ ഗെയിമാണ് അവിടെ പണി നടക്കാതിരിക്കുക എന്നുള്ളത്. യൂണിയൻ നേതാവ് സമരത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ സമരമില്ലാതെ വരുത്തിക്കലായിരുന്നു നൂറയുടെ ഗെയിം എന്ന് പറയുന്നത്. അതിൽ നൂറ വമ്പൻ പരാജയമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി ഒരു ഗെയിമും കൂടിയിട്ട് അതിലും കൂടി നൂറ തോറ്റു കഴിഞ്ഞാൽ നൂറയുടെ കാര്യം അധോഗതിയാവും. അത് മറ്റൊരു കാര്യം. അപ്പൊ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പ്രത്യേകിച്ച് കുറെ കണ്ടന്റുകൾ കാര്യങ്ങളൊന്നും ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലില്ല. ഞാൻ പറഞ്ഞു വളരെ കുറച്ച് കണ്ടന്റുകൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ. ഇനിയെങ്കിലും അവർക്ക് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ അതുപോലെ ബൂസ്റ്റ് ചെയ്ത് അവരെ കണ്ടന്റ് തരുന്ന വിധത്തിലാക്കണം. അതിന് മാത്രം കണ്ടന്റ് തരാനുള്ള മത്സരാർത്ഥികൾ അവിടെയൊന്നുമില്ല. ആകെ ഷാനവാസൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഷാനവാസ് എവിടെ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. നന്നായി ഗെയിം കളിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അക്ബറായിട്ട് എന്ന് കൂട്ടുകൂടി കരഞ്ഞു കെട്ടിപ്പിടിച്ചോ അതിനുശേഷം ഷാനവാസിന്റെ ഗെയിം പിന്നെ കാണാനേ സാധിച്ചിട്ടില്ല. നല്ലൊരു ഗെയിമർ നന്നായിട്ട് അങ്ങ് മൂലയ്ക്ക് ഒതുങ്ങിപ്പോയി ഉറങ്ങിപ്പോയി. ഇനി ഷാനവാസിനൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്.
ഇനി അനുമോളുടെ തിരിച്ചുവരവ് അത് ബിഗ് ബോസ് ടീമും ലാലേട്ടനും പറയുന്നത് പോലും ചെയ്യുന്ന പോലെ ഇരിക്കും അനുമോളുടെ തിരിച്ചുവരവ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ആ വീട്ടിൽ ഉറക്കം തൂങ്ങുകയാണ്, മക്കളെ ഉറക്കം തൂങ്ങിയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നമുക്കിനി ബാക്കിയുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പൊ തുടർന്നുള്ള എപ്പിസോഡുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 1 മാസം പോലും തികഞ്ഞിട്ടില്ല, 30 ദിവസം പോലും തികഞ്ഞിട്ടില്ല, ബാക്കി ഇനിയും ദിവസങ്ങൾ കിടക്കാണ്. ഈ ദിവസങ്ങളിൽ എന്ത് കണ്ടന്റ് എടുത്ത് ബിഗ് ബോസ് കാണിക്കുന്നു, നോ ഐഡിയ. എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്.